പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. തൃശൂരിൽ LDF അട്ടിമറി പ്രവചിച്ച് 24-ന്റെ മെഗാ പ്രീപോൾ സർവേ. വയനാടും തിരുവനന്തപുരവും UDF നിലനിർത്തുമെന്ന് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടു. സർവേ അവസാനിച്ചപ്പോൾ UDFന് 13 മണ്ഡലങ്ങളിലും LDFന് 7 മണ്ഡലങ്ങളിലും മുൻതൂക്കമുണ്ട്. ട്രയാങ്കിൾ ഫൈറ്റിൽ അൺപ്രഡിക്റ്റബിൾ എൽ ക്ലാസിക്കോ മണ്ഡലങ്ങളടക്കമാണ് ഇന്നത്തെ ബാക്കി മണ്ഡലങ്ങൾ. അഗൈൻ വെൽക്കം 24 ഇലക്ഷൻ മെഗാ പ്രീ പോൾ സർവേ സെക്കൻഡ് റൗണ്ട് ദ ഫിഫ്ത്ത് ഡേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ് തൃശൂർ. എ ക്ലാസ് എന്ന് BJP മന്ത്രം പോലെ ഉരുവിടുന്ന മണ്ഡലം. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ്. കെ മുരളീധരനും സുരേഷ് ഗോപിയും VS സുനിൽകുമാറും കളത്തിലിറങ്ങുമ്പോൾ മത്സരം കടുക്കുമെന്നാണ് പ്രവചനം. BJPക്കും കോൺഗ്രസിനും ഒരുപോലെ വിജയപ്രതീക്ഷയുള്ള തൃശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ അട്ടിമറി ജയം നേടുമെന്നാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 35.9% പേരുടെയും പിന്തുണ VS സുനിൽകുമാറിനാണ്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും 31.5% പിന്തുണ ലഭിച്ചു. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സർവേ ഫലം. 53.6% രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത്. LDF സ്ഥാനാർത്ഥി ആനി രാജയെ 29.9% പിന്തുണച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനു വേണ്ടി 16.1% കൈയുയർത്തി. ഏത് കൊടുങ്കാറ്റിലും UDFനൊപ്പം തന്നെയാണെന്ന് അടിവരയിടുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ചെങ്കുടി ക്യാമ്പിലേക്ക് എത്തിയാലും കോട്ടയത്തിന് പക്ഷമാറ്റമില്ല. സർവേയിൽ പങ്കെടുത്ത 43.1% പേരുടെയും പിന്തുണ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്. 40.3% LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ പിന്തുണച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് 15.2% പിന്തുണ ലഭിച്ചു. തലസ്ഥാന നഗരിയിൽ ഇക്കുറിയും താമര വിരിയില്ലെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ സർവേയിൽ പങ്കെടുത്ത 35.7% പേർ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെയും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും സർവേയിൽ പങ്കെടുത്ത 32% വീതം പേർ പിന്തുണച്ചു. UDFന് 13 മണ്ഡലങ്ങളിലും LDFന് 7 മണ്ഡലങ്ങളിലും മുൻതൂക്കം എന്നാണ് സർവേയുടെ ആകെത്തുക. ഇലക്ഷൻ ഡെസ്ക് 24. പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴയിൽ വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ മരണം 2. ചെറുമല സ്വദേശിനി ദീമ മെഹബ, റിസ്വാന എന്നിവരാണ് മരിച്ചത്. ഒരാൾ ചികിത്സയിൽ തുടരുകയാണ്. പുഴയിൽ കുളിക്കാനിറങ്ങുമ്പോഴായിരുന്നു അപകടം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെ വിടാതെ ED ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്തു. തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യരുത് എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ. ഏറെ സുപ്രധാനമായ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. അതായത് തോമസ് ഐസക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ നേരത്തെ സിംഗിൾ ബെഞ്ച് തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യരുതെന്ന് EDയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ തീരുമാനം റദ്ദാക്കണം എന്നുള്ളതാണ് EDയുടെ ആവശ്യം. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാതെ കേസന്വേഷണം മുന്നോട്ട് പോകില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. നാളെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകാന്ത്, കൊച്ചിയിൽ നിന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം കേസിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും CMRLലെ ഉദ്യോഗസ്ഥർ ഹാജരായില്ല. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് നൽകാത്ത സേവനത്തിന്റെ പേരിൽ 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന പേരിൽ 1/2 കോടിയോളം രൂപ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ED കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്കുകൂട്ടുന്നത്. ഇതിൽ വ്യക്തത വരുത്താനാണ് CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് അയച്ചത്. ഇതിനിടെ മാസപ്പടി കേസിൽ യഥാർത്ഥ വശങ്ങൾ ED പുറത്തു കൊണ്ടുവരണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. EDയുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്നും മാത്യു കുഴൽനാടൻ 24നോട്. EDയുടെ അന്വേഷണത്തിൽ ഞങ്ങളൊരു അമിതാവേശം കാണിക്കുന്നില്ല എന്ന്. EDയുടെ ആത്മാർത്ഥത തെളിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവരികയും അതിന്മേൽ ചാർജ് ചെയ്യുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും വീണ വിജയന്റെ കമ്പനിയാണ് ഒരു വശത്ത് കർത്തയുടെ കമ്പനിയാണ്. രണ്ടുപേരും നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ആധികാരികതയോടുകൂടി പറയേണ്ടവർ അവരാണ്. വീണ എക്സാലോജി കമ്പനി CMRL പൊതുമേഖലാ സ്ഥാപനമായ
KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണയുടെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചേക്കും. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. തെരഞ്ഞെടുപ്പ് കേസിൽ ജയം കെ ബാബുവിന്. 2021 തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം ഹൈക്കോടതി ശരിവെച്ചു. എതിർ സ്ഥാനാർത്ഥിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് വിധി. മതചിഹ്നം ഉപയോഗിച്ച് കെ ബാബു വോട്ട് തേടി എന്നായിരുന്നു M സ്വരാജിന്റെ പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞതായി കെ ബാബു പ്രതികരിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന ആരോപണം സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളില്ലെന്നും പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികൾ സംശയത്തിനതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് സ്വരാജിനു വേണ്ടി ഹാജരാക്കിയ 2 മുതൽ 5 വരെയുള്ള സാക്ഷികൾ പറഞ്ഞതൊന്നും വിശ്വാസയോഗ്യമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞെന്നും ഇനിയെങ്കിലും അനാവശ്യ നിയമവ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നും കെ ബാബു പ്രതികരിച്ചു. ഞങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കോടതി ഇപ്പോൾ ഏതായാലും കേരളത്തിലെ പരമോന്നത കോടതി സത്യം കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇനിയും സുപ്രീം കോടതി പോണ സമയത്ത് അപ്പം നോക്കാം. ഹൈക്കോടതി വിധി വിചിത്രമെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു M സ്വരാജിന്റെ പ്രതികരണം. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സ്വരാജ്. വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ്, അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീടുകളിൽ വിതരണം ചെയ്ത വോട്ടേഴ്സ് സ്ലിപ്പുകൾക്കൊപ്പം ശബരിമല അയ്യപ്പന്റെ കൂടി ചിത്രം വിതരണം ചെയ്ത് പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം ഉയർന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പുതിയ വിവാദത്തിന് തിരികൊടുത്ത് BJP. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സുൽത്താൻ ബത്തേരി എന്ന പേര് അധിനിവേശത്തിന്റെ ഭാഗം എന്നാണ് K സുരേന്ദ്രന്റെ വാദം. സംഘപരിവാർ അജണ്ട വയനാട്ടിൽ വിലപ്പോകില്ലെന്ന് LDFും UDFും വ്യക്തമാക്കി. ഗണപതി വട്ടത്തിൽ കറങ്ങുകയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വിവാദത്തിന് തിരികൊളുത്തിയത് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് UDFും LDFും ടിപ്പു സുൽത്താൻ്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക്, കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? വിഭാഗീയതയുടെ വിത്ത് വയനാട്ടിൽ മുളക്കില്ലെന്ന് T സിദ്ദിഖ് MLAയുടെ മറുപടി. വിഭാഗീയതയുടെ അപകടത്തിന്റെ വിത്ത് ഈ മണ്ണിൽ ഒരു ചെറിയ അംശം പോലും ഉണ്ടാക്കാൻ സുരേന്ദ്രനല്ല, അദ്ദേഹത്തിന്റെ വലിയ മുതലാളി മോഡി പോലും ശ്രമിച്ചാൽ ഈ മണ്ണിൽ നടക്കില്ല. K സുരേന്ദ്രൻ ജയിക്കില്ലെന്നും പേരുമാറ്റ സാധ്യത ഇല്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പേരുമാറ്റ ചർച്ചകൾ ഫാസിസ്റ്റ് അജണ്ടയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. പേര് മാറ്റുക, പള്ളി പൊളിക്കുക, ആളെ മാറ്റുക, ആളെ കൊല്ലുക, ഒന്നും രാഷ്ട്രീയമല്ല, ഇതിനൊക്കെ പേര് ഫാസിസം എന്നാണ്. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തെ വയനാട്ടുകാർ ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കുമെന്ന് സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശും പറഞ്ഞു. 24 വയനാട്.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ. കോൺഗ്രസിനും BJPക്കും കേരള വിരുദ്ധ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. അനിൽ കെ ആന്റണിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ AK ആന്റണിയെ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാക്കളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ആരോപണം. വർക്കലയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് BJPക്കും കോൺഗ്രസിനുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചത്. എന്താണ് ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലും ഇത്തരം നടപടികളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസിനെതിരെ വരുമ്പോൾ അതിനെ എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളാണെങ്കിൽ ഇവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ്. ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങളോട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെ: അനിൽ ആന്റണിക്കെതിരെ അല്ല ഈ ആരോപണം, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗമാണ്. BJP സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനുള്ള LDF UDF ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി ശശി തരൂരും രംഗത്തെത്തി. മനഃപൂർവ്വം അപകീർത്തികരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നാണ് ശശി തരൂരിന്റെ വാദം. ഞാൻ കിട്ടിയിട്ടില്ല, പക്ഷേ മാധ്യമത്തിൽ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അത്രയും ഈ വിഷയത്തിൽ എല്ലാവരുടെയും കേട്ടിട്ടുണ്ട്, പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, അതിലൊരു നുണയില്ല. ഞാൻ കേട്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും ആ ആരോപണം എൻ്റെ ഭാഗം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞു എൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ട്, ആരും എനിക്ക് പൈസ തന്നിട്ടില്ല BJP. അത്ര എനിക്ക് പറയാൻ സാധിക്കില്ല. BJP കേരളത്തിൽ മികച്ച പ്രകടനം നടത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാൻ LDF സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് UDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് തിരുവനന്തപുരത്തും രാഹുൽ ഗാന്ധി 15, 16 തീയതികളിൽ വയനാട്ടിലും പ്രചാരണത്തിലെത്തും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിഷുച്ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതിയുടെ അനുമതി. വോട്ടേഴ്സിനെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചന്തകൾ തുടങ്ങുന്നത് വിലക്കിയിരുന്നു. ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകിയത്. സംസ്ഥാനത്ത് ഉത്സവച്ചന്തകൾ ആരംഭിക്കാനുള്ള സർക്കാർ നീക്കമാണ് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിഷുച്ചന്തകൾ ആരംഭിക്കാൻ അനുമതി നൽകിയ കോടതി യാതൊരു തരത്തിലുള്ള പരസ്യങ്ങൾ നൽകരുതെന്നും പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. സാധാരണക്കാരന് ആശ്വാസമായ വിധിയെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ചന്തകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറില്ല, അതിലിടപെടാറില്ല. അതിൽ രാഷ്ട്രീയ പാർട്ടികളാരും ഉണ്ടാവാറില്ല. ജീവനക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കോടതി ഉത്തരവിന് പിന്നാലെ ചന്തകൾ നാളെ മുതൽ തുടങ്ങാനാണ് കൺസ്യൂമർ ഫെഡിന്റെ തീരുമാനം. ഗോഡൌണുകളിൽ സാധനങ്ങൾ സ്റ്റോക്കുണ്ടെന്നും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചന്ത മാറുമെന്നും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ A മെഹബൂബ്. സബ്സിഡി റേറ്റിൽ കൊടുക്കുന്ന 13 ഇനം സാധനങ്ങൾ ഇത് നാളെ ഉച്ചയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും. പൊതുജന താൽപര്യവും ചന്ത തുടങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങിയെന്നുമുള്ള വാദം ഹൈക്കോടതി മുഖവിലക്കെടുത്തതാണ് സർക്കാരിന് ആശ്വാസമായ വിധിയിലേക്ക് എത്തിയത്. 24 കൊച്ചി. പത്തനംതിട്ടയിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി. ഇവിടെ രാഷ്ട്രീയം പറയാം. സംവാദത്തിൽ വികസന രാഷ്ട്രീയ വിഷയങ്ങൾ ഒരുപോലെ ചർച്ചയായി. ആന്റണിയും അനിൽ ആന്റണിയും തമ്മിലുള്ള വാക്പോര്, അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന കോഴയാരോപണം, അനിൽ ആന്റണി ആന്റണിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന കോഴയാരോപണം, ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ? പത്തനംതിട്ടയിൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന സൂചനയാണ് ചർച്ചയിലുടനീളം കാണാൻ കഴിഞ്ഞത്. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളും കോൺഗ്രസ് അനുഭാവികളും ഞങ്ങളുടെ സിമ്പതൈസേഴ്സും എല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞു. അനിൽ ആന്റണി ആർക്കു വേണ്ടിയാണ് നിൽക്കുന്നത്? അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിന് ശത്രുവാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഞങ്ങൾക്ക് എന്ത് വേണം ആഹ്ലാദിക്കാൻ? കോൺഗ്രസുകാർ BJPയിലേക്ക് പോകുന്നതും CAA വിഷയത്തിലെ മൃദു സമീപനവും CPIM പ്രതിനിധി PB ഹർഷകുമാർ ഉന്നയിച്ചതോടെ ചർച്ച ചൂടുപിടിച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന തിരുത്തൽ ശക്തിയാകാൻ പാർലമെന്റിൽ ഇടതുപക്ഷം വേണം. BJP 400 സീറ്റ് നേടുമെന്ന് ഉറച്ചു പറഞ്ഞ BJP പ്രതിനിധി ബിജു മാത്യു പത്തനംതിട്ടയിൽ മികച്ച വിജയം നേടുമെന്നും അവകാശപ്പെട്ടു. 400 സീറ്റുമായിട്ട് മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പം പത്തനംതിട്ടയിൽ നിന്നും
വികസന മുരടിപ്പിനൊരു മാറ്റമുണ്ടാകുവാൻ അനിൽ കെ ആന്റണി വൻപിച്ച ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പത്തനംതിട്ട പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംവാദം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ വേണു ബാലകൃഷ്ണൻ നയിച്ചു. 24 പത്തനംതിട്ട. പൊതുതെരഞ്ഞെടുപ്പിനുള്ള മൂന്നാം ഘട്ട വിജ്ഞാപനമായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ തുടങ്ങും. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകയിലെത്തും. അന്വേഷണ ഏജൻസികളാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകർ എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. ഇന്ന് അവധിയായതിനാൽ നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. മെയ് 7-ന് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് സ്ഥാനാർത്ഥികൾക്ക് ബിജെപി നേതൃത്വം നിർദ്ദേശം നൽകി. ഇന്ന് ഋഷികേശിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം. ഈ തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരായ പോരാട്ടമെന്ന് നരേന്ദ്രമോദി. ईमानदारी से कोशिश करनी चाहिए कि नहीं करनी चाहिए, इसलिए कितनी ही मुसीबतें झेलनी पड़ी, आपके आशीर्वाद बने रहेंगे ना, आपके आशीर्वाद बने रहेंगे ना, ये आपके आशीर्वाद है कि मैं इतनी बड़ी लड़ाई लड़ रहा हूं. നാളെ കർണാടകയിലാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. തമിഴ്നാട്ടിൽ ആകെയുള്ള 39 മണ്ഡലങ്ങളിലും അടുത്ത വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. ഗുജറാത്തിൽ കോൺഗ്രസ് മുൻ വക്താവ് രോഹൻ ഗുപ്ത ബിജെപിയിൽ ചേർന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി. ഒന്നുകിൽ ബിജെപിയിൽ ചേരണം, അല്ലെങ്കിൽ അന്വേഷണം നേരിടണം എന്നാണ് ഭീഷണിയെന്ന് മമത ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഇനി സ്ഥാനാർത്ഥികൾ പറയുന്നു. കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വികസനത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. റെയിൽ, റോഡ് ഗതാഗത നവീകരണവും ടൂറിസവും വനിതാ ശാക്തീകരണ പദ്ധതികളും മണ്ഡലത്തിൽ നടപ്പാക്കുമെന്ന് 3 പ്രമുഖ സ്ഥാനാർത്ഥികളും വോട്ടേഴ്സിന് ഉറപ്പു നൽകുന്നു. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനി ഫോക്കസ് ചെയ്യേണ്ടുന്നൊരു വിഷയം ടൂറിസം മേഖലയുടെ ഡെവലപ്മെൻ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ എൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് നമുക്കറിയാം, കേന്ദ്രം നമുക്ക് കൂടി സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ കരിമണൽ വ്യവസായ മേഖലയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു പരിശ്രമമാണ് സത്യത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പൊതുമേഖലയോടുള്ള താല്പര്യക്കുറവ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കേന്ദ്രീയ വിദ്യാലയം, ഒരു കേന്ദ്രീയ വിദ്യാലയം കൂടി കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ചും പുനലൂർ മേഖലയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ എല്ലാ സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വികസനമെന്ന് പറഞ്ഞാൽ റോഡും പാലവും മാത്രമല്ല, കശുവണ്ടി വ്യവസായ മേഖല, ഒരു സമഗ്രമായ പുനരുദ്ധാരണ പാക്കേജ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത സാമ്പത്തിക പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു കശുവണ്ടി പുനരുദ്ധാരണ പാക്കേജ് സത്യത്തിൽ ദീർഘകാലമായി നിരന്തരമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കൊല്ലത്ത് 40 വർഷത്തോളം അടഞ്ഞുകിടന്ന ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ ഹൈവേ എന്ന് പറയുന്നത് 2014 അത് പണി ആരംഭിച്ചു, പണി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 2ാം ഘട്ടം 4 വരി പാത പണി നടക്കുന്നു. ഞാൻ പറയുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അതായത് പൻവേൽ മുതൽ കന്യാകുമാരി വരെയാണ് റോഡ് വരുന്നത്. നമുക്ക് ഈ ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രത്യേകത. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നവീകരണ പ്രവർത്തനം നടക്കുന്നു 380 കോടി രൂപയുടെ. ഇതെന്തുകൊണ്ട് മുൻപ് നടന്നില്ല? അപ്പോൾ ബേസിക് ഒരു സ്ഥലത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് വെച്ചാൽ അടിസ്ഥാന വികസനം, അതായത് കണക്ടിവിറ്റി എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി കാണുന്ന എന്താണ്? ഭാരതത്തെ ലോകത്ത് 1ാം സ്ഥാനത്തെത്തിക്കുക എല്ലാ മേഖലകളിലും. വരും തലമുറയ്ക്ക് എന്തു വേണം? നരേന്ദ്രമോദി ഇത് മുഴുവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതാത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ വിജയിപ്പിക്കുക, അദ്ദേഹം സ്വപ്നം കണ്ട ആ വിജയം അതുപോലെ പ്രാവർത്തികമാക്കാൻ കൊല്ലത്ത് ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട്. കൃഷ്ണകുമാർ. ഇന്നത് എന്നല്ല, എന്തെല്ലാം എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ അങ്ങനെ ഇപ്പം ഞാൻ MLA ആയിട്ട് നിന്നപ്പോഴത്തേക്കും പലരും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, കൊല്ലത്ത് പ്രഥമ ദൃഷ്ട്യ എന്താണ് ചെയ്യാൻ പോകുന്നത്?
അങ്ങനെ പ്രഥമദൃഷ്ടിയായില്ല. ഇപ്പോൾ 1748 കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തല്ല. ടോട്ടലായിട്ട് എന്താണ് ടൂറിസം, എന്താണ് പാലം, എന്താണ് സമുച്ചയം, എന്താണ് കലയുടെ ഹബ്ബ്, എന്താണ് വിദ്യാഭ്യാസം, എന്താണ് ആശുപത്രി, ഇങ്ങനെ ഓരോന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീവിയൻസുകൾ മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക, പോരാടുക. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. മൂവാറ്റുപുഴ പള്ളിച്ചിറങ്ങരയിൽ വാഹനാപകടം. സ്കൂട്ടറും ട്രാവലറും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോഴിക്കോട് നടക്കാവ് വണ്ടിപ്പേട്ടയിൽ വാഹനാപകടം. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡിവൈഎഫ്ഐയെ കൈയൊഴിഞ്ഞ CPIM. പ്രതികളിൽ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് ഡിവൈഎഫ്ഐ തന്നെയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ബോംബ് നിർമ്മാണത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്കെല്ലാം ബോംബ് നിർമ്മാണത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രക്ഷാപ്രവർത്തനത്തിൽ എത്തിയവരാണ് അറസ്റ്റിലായതെന്ന CPIM വാദത്തെ നിരാകരിക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ കേസിൽ CPIMന് പങ്കില്ലെന്നും ഡിവൈഎഫ്ഐക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണമെന്നുമാണ് ഇന്ന് പ്രതികരിച്ചത്. ആ ഡിവൈഎഫ്ഐക്കാർ ചോദിക്കുന്നത് അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, ഞങ്ങൾക്കത് യാതൊന്നും പറയാനില്ല. CPIMന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് ബോംബ് നിർമ്മാണമെന്ന് BJP ആരോപിച്ചു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ UAPയെ ചുമത്തണമെന്നും NIA അന്വേഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിനകത്ത് UAPയെ ചുമത്തുകയും NIA ഈ വിഷയത്തിനകത്ത് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഡിവൈഎഫ്ഐ CPIMന്റെ പോഷക ഘടകമല്ലെങ്കിൽ V വസീഫ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് യൂത്ത് ലീഗും ആവശ്യപ്പെട്ടു. കേസിൽ 12 പ്രതികളെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. 24 കണ്ണൂർ. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവായി. പ്രതി ചേർക്കപ്പെട്ടവരുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും ബോണ്ടും വിചാരണ കോടതിയിൽ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. 1 മുതൽ 3 വരെ പ്രതികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെ വെറുതെ വിട്ട മാർച്ച് 30 ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച് കായംകുളത്തെ CPIM നേതാവ് നൽകിയ കത്ത് പാർട്ടിക്ക് കുരുക്കാകുന്നു. INTUC നേതാവ് സത്യന്റെ കൊലപാതകം CPIM ആലോചിച്ച് നടപ്പിലാക്കിയതാണെന്ന കത്തിലെ പരാമർശമാണ് വിവാദമായത്. നിരപരാധിയായി തന്നെ പ്രതിയാക്കിയെന്നും മുൻ ഏരിയ കമ്മിറ്റി അംഗമായ ബിപിൻ സി ബാബുവിന്റെ കത്തിൽ പറയുന്നു. കായംകുളത്തെ വിഭാഗീയതയിൽ പ്രതിഷേധിച്ച് ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 2 പേർ CPIM അംഗത്വം രാജിവെച്ചു. 2001 മുൻ RSS പ്രവർത്തകനും പിന്നീട് INTUC നേതാവുമായ സത്യൻ കൊല്ലപ്പെട്ടത്. 2006 കേസിലെ 7 പ്രതികളെയും തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ CPIM നേരിട്ട് നടത്തിയ കൊലപാതകമെന്ന് കേസിലെ 6ാം പ്രതിയായ ബിപിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ്. CPIMലെ വിഭാഗീയതയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച് ബിപിൻ സി ബാബു നൽകിയ കത്തിലാണ് ഗുരുതര വെളിപ്പെടുത്തൽ. കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് DCC പ്രസിഡന്റ് ബാബു പ്രസാദ് ആവശ്യപ്പെട്ടു. വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ DCC ആവശ്യപ്പെടുന്നത് ഒരു പുനരന്വേഷണം സർക്കാർ ഉത്തരവിടണം. ഗൂഢാലോചന, കോൺസ്പിറസി അടക്കം, അതുപോലെ തന്നെ 302, 320Bയും 302 ഇതാണ് കോൺസ്പിറസി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവിടണം. ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് ബിപിൻ സി ബാബു. ഇപ്പോഴത്തെ രാജി ഭീഷണി സമ്മർദ്ദ തന്ത്രമെന്നാണ് CPIMലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. ബിപിൻ സി ബാബുവിന്റെ മാതാവും കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ KL പ്രസന്നകുമാരി, മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രൻ എന്നിവരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. ഊമക്കത്തിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് B ജയചന്ദ്രൻ. ജില്ലയിലെ മുതിർന്ന നേതാവും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KH ബാബുജാൻ വിഭാഗീയത വളർത്തുന്നുവെന്ന് ആരോപിച്ചാണ് ഇരുവരും പാർട്ടി വിട്ടത്. പ്രശ്നപരിഹാരത്തിനായി മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെങ്കിലും പാർട്ടി വിട്ടവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നാണ് വിവരം. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.
പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹിമിനായി കൈകോർത്ത് നാട്. അബ്ദുറഹിമിന്റെ മോചനത്തിനായി 21 കോടി രൂപയിൽ അധികമാണ് സുമനസ്സുകൾ ഇതുവരെ സംഭാവന നൽകിയത്. പെരുന്നാൾ ദിനമായി ഇന്നലെ മാത്രം 5 കോടിയോളം രൂപ സമാഹരിച്ചു. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് അബ്ദുറഹിമിന്റെ കുടുംബം പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും നിവേദനം നൽകി. ഈ ഉമ്മയുടെ കണ്ണുനീർ കാണാതെ പോകാൻ ആർക്കുമാകില്ല. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ഒന്നായി കൈകോർക്കുകയാണ് നാടും നഗരവും. ഇതുവരെ 21 കോടി 31 ലക്ഷം രൂപ ലഭിച്ചു. ഇതിൽ 15 കോടി ലഭിച്ചത് കഴിഞ്ഞ 2 ദിവസത്തിനിടെയാണ്. ഇനി മുന്നിലുള്ളത് വെറും 4 ദിവസം. വേണ്ടത് 13 കോടിയോളം രൂപ. സുമനസ്സുകൾ കൈകോർത്താൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബ്ലഡ് മണി സ്വരൂപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. 5 കോടി 53 ലക്ഷം പെരുന്നാൾ ദിനത്തിൽ നമ്മൾ അക്കൗണ്ട് കയറിയിട്ടുണ്ട്. അതേമാതിരി ഫ്ലോ ആയിട്ട് ഇന്നും നാളെയും ഫണ്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഫണ്ട് 14-ാം തീയതി ആകുമ്പോൾ തന്നെ ആവും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാരും റഹീമിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാട്ടിലും മറുനാട്ടിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വളരെ രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി അബ്ദുറഹീമിന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും നിവേദനം നൽകി. 24 കോഴിക്കോട്. നിർമ്മാതാവ് ഗാന്ധിമതി ബാലന് വിട നൽകി സിനിമാ ലോകം. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാലാതിവർത്തിയായ സിനിമകളുടെ സൃഷ്ടാവിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ അന്തരിച്ച ഗാന്ധിമതി ബാലന്റെ ഭൗതിക ശരീരം രാവിലെ 9 മണിയോടെയാണ് വഴുതക്കാട്ടെ വീട്ടിലെത്തിച്ചത്. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരടക്കം വൻ ജനാവലിയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മൂന്ന് മണി മുതൽ അയ്യങ്കാളി ഹാളിലും പൊതുദർശനം നടന്നു. പത്തനംതിട്ടയിൽ ജനിച്ച് തിരുവനന്തപുരം കർമ്മമണ്ഡലമാക്കിയ ഗാന്ധിമതിയെ അവസാനമായി കാണാൻ ഒട്ടേറെ സുഹൃത്തുക്കളും ശിഷ്യരുമെത്തി. തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. മകൻ അനന്തപത്മനാഭൻ ചിതയ്ക്ക് തീ കൊളുത്തി. സിനിമയും സുഹൃത്തുക്കളും ലോകമായിരുന്ന ഗാന്ധിമതി ബാലൻ ഇനി ദീപ്തമായ ഓർമ്മ. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ. BSMTയുടെ കോർപ്പറേറ്റ് പാർട്ണർ പദവിയിൽ എത്തുന്ന ഇന്ത്യയിലെ 4ാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആദി ഗ്രൂപ്പ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് കോഴ്സുകളും അവയുടെ റിസർച്ച് ഫെസിലിറ്റീസുമാണ് BSMTയുടെ പ്രത്യേകത. ചിട്ടയായ പ്രവർത്തനമാണ് അംഗീകാരം നേടാൻ സഹായിച്ചതെന്നും BSMT അക്രഡിറ്റഡ് പ്രോഗ്രാംസ് ഉടൻ തുടങ്ങുമെന്നും ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റ് അറിയിച്ചു. IPLൽ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 197 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം കേവലം 3 വിക്കറ്റ് നഷ്ടത്തിൽ 27 പന്ത് ബാക്കി നിൽക്കെ മുംബൈ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവുമാണ് മുംബൈയുടെ വിജയം എളുപ്പമാക്കിയത്. ബംഗളൂരുവിന്റെ സീസണിലെ 5ാമത്തെ തോൽവിയാണ് ഇത്. KSEBയുടെ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ ഗുരുതര ക്രമക്കേട്. ആനയിറങ്ങൽ ഡാമിലെ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന ഫീസ് പിരിക്കാനുള്ള അവകാശം CPF നേതൃത്വ സൊസൈറ്റിക്ക് നൽകി. ഡാമിന്റെ സുരക്ഷാ ചുമതലയും സൊസൈറ്റിക്ക് കൈമാറി. ഹൈഡൽ ടൂറിസം ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു.
KSEBയുടെ ആനയിറങ്കൽ ഡാമിന്റെ സുരക്ഷാ ചുമതലയടക്കമാണ് CPM നിയന്ത്രണത്തിലുള്ള സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൈമാറിയത്. പ്രവേശന ഫീസ് പിരിക്കാനുള്ള KSEBയുടെ അധികാരവും സൊസൈറ്റിക്ക് നൽകി. ഇതോടെ പ്രതിമാസം ലക്ഷങ്ങളാണ് അനധികൃതമായി സൊസൈറ്റിക്ക് ലഭിക്കുക. വന്യജീവികൾ കാടുവിട്ട് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിലെ ബോട്ടിംഗ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അമ്യൂസ്മെന്റ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, 3D തിയേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ നടത്തിപ്പ് ചുമതല സ്പർശം സൊസൈറ്റിക്കാണ്. ഓരോ ദിവസവും ശരാശരി 50,000 രൂപ വരെ പ്രവേശന ഫീസായി കഴിഞ്ഞ മാസം വരെ KSEBക്ക് ലഭിച്ചിരുന്നു. ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരമറിയാതെ നിരവധി ആൾക്കാർ വരുന്നുവെന്നും സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അമ്യൂസ്മെന്റ് പാർക്ക് നടത്തുന്ന സ്പർശം സൊസൈറ്റി ഹൈഡൽ ടൂറിസം ഡയറക്ടറേറ്റിന് കത്ത് നൽകി. തുടർന്നാണ് ആൾക്കാരെ നിയന്ത്രിക്കാനെന്ന പേരിൽ പദ്ധതി പ്രദേശത്തിന്റെ ചുമതല സൊസൈറ്റിക്ക് നൽകിയത്. KSEB കൈവശം വച്ച് കരമടച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ഡാം സൈറ്റ് അതിൻ്റെ സുരക്ഷാ ചുമതല അടക്കം ബോർഡിൻ്റെ അനുമതിയില്ലാതെ എങ്ങനെ ഈ സൊസൈറ്റിക്ക് കൈമാറും എന്നതാണ്. ഇത് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തെറ്റാണെന്ന് അത് ഇറക്കിയവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അതിനടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ വരികയാണെങ്കിൽ അന്നേരം തന്നെ അത് പുനഃപരിശോധിക്കുമെന്ന്. KSEB പിരിച്ചാൽ കോടതി അലക്ഷ്യമാകുമെന്ന ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്നാണ് ഡയറക്ടറേറ്റിന്റെ വാദം. അത്യാവശ്യമുള്ള ജീവനക്കാരെ മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളതെന്നും വരുമാനമില്ലാത്തതിനാൽ കൂടുതൽ പേരെ നിയോഗിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിമാസം ലക്ഷങ്ങൾ പിരിക്കാനുള്ള അവകാശം സ്വകാര്യ സൊസൈറ്റിക്ക് നൽകിയത്. കൂടാതെ തന്ത്രപ്രധാനമായ ഡാമിന്റെ സുരക്ഷാ ചുമതലയും സൊസൈറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.